നിങ്ങൾ റീൽസിന്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങളുടെ ടീമിന്റെ ഏറ്റവും വൈറലായിക്കുന്ന റീൽസ് ഏതെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കൂടുതൽ കിട്ടിയേക്കുന്ന റീൽ ഏതാണ്? അത് മില്യൺ അടിച്ചത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും ചെയ്ത മറ്റേ ബ്ലാക്ക്, അതാ പാട്ട് കണ്ടോ. ഇതാണ് ചെയ്ത റീല് പോലും നമുക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ്. അടിപൊളി. ആദ്യം ഹിറ്റായ റീൽ ഏതാ? പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്തതാ. ബ്ലാക്ക്, അത് നമ്മള് മറ്റേ ലഡ്ഡു എന്ന് പറയുന്ന പാട്ടില്ലേ, നമ്മുടെ ശ്രേയ ഘോഷാൽ പാടി. Okay, so I have some game questions. It's like who among you അങ്ങനത്തെ ഒരു. അപ്പൊ ഓരോരുത്തരെ കൈപ്പൊക്കോ ചൂണ്ടിക്കാണിക്കോ എങ്ങനെയാണെങ്കിൽ അതൊന്നും കൊണ്ടൊന്നില്ല. Okay, ആദ്യത്തെ question. Who among you picks up choreography the fastest? എല്ലാരും പഠിക്കും. ഫാസ്റ്റസ്റ്റ്. കൂട്ടത്തിൽ ആരാണ് ഏറ്റവും വേഗത്തിൽ പഠിക്കുന്നത് ചോദിച്ചത്? അതേതാന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല, ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവില്ല എന്ന് പറയും. പക്ഷെ കാണിച്ചൊന്നും തരൂല. ഇങ്ങനെ നിന്ന് പറയും അങ്ങനെ ശരിയാവില്ല, ഇങ്ങനെ കാണിച്ചു കൊടുത്താലല്ലേ മനസ്സിലാവുള്ളൂ. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? വിഷ്വലി കാണണം. പക്ഷെ എനിക്കത് ഞാൻ മൈൻഡിൽ കണ്ടിട്ടായിരിക്കും മൈൻഡ് കണ്ടിട്ട് ഞാനിങ്ങനെ ഇതിങ്ങനെ ചോട്ട് കുറച്ച് കവടിയൊക്കെ നിരത്തി വെച്ച് ഓക്കെ ഇങ്ങനെയാണെന്നൊക്കെ. എനിക്കറിയാം നിങ്ങൾക്ക് ഫ്രീ സ്റ്റൈല് അത്രയും വരാത്ത ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായി, കാരണം എന്നോട് പറഞ്ഞല്ലോ നേരത്തെ. പക്ഷെ ഇഫ് അമങ് യു ലൈക്ക് ഒരു പാട്ടിട്ട് പെട്ടെന്ന് ഫ്രീ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറ്റുക? ഹലോ, തേർഡ് ഫോർത്തും ബേസിക് ഇതാണ്. പ്രൊഫഷണലി ക്ലാസിക്കൽ പഠിച്ചവർക്ക് ബോഡി അതങ്ങനെ വഴങ്ങില്ല, അതാണ് മെയിൻലി. പക്ഷെ കൂടുതൽ നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചോട്ട് കുറച്ചുകൂടി റീൽസ് ചെയ്യും. ഞാൻ ട്രൈ ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ട്രൈ ചെയ്താൽ വരും. ട്രൈ ചെയ്യാൻ തന്നെ കുഴപ്പമാണ്, ഇടയ്ക്കൊക്കെ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്യാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഓൾറെഡി എനിക്ക് കോൺഫിഡൻസ് എനിക്ക് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ മുട്ടുവൻ അല്ലാത്ത സ്ഥലമാണെങ്കിൽ മുട്ടത് ചെയ്യാൻ വേണ്ടി കുറച്ച് ഭയങ്കര കോൺഷ്യസ് ആണ്, ഭയങ്കര കോൺഷ്യസ് ആണ്. പുഷ് ചെയ്യണം, ചെയ്യും. അത് നല്ലൊരു കാര്യല്ലേ. ഇങ്ങനെയൊക്കെ പറയെങ്കിലും ആള് ഫ്രീ സ്റ്റൈലും മറ്റേ വെസ്റ്റേണും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആള് ഒരു മൈൻഡ് ഇല്ലാതെ കളിച്ചു. ആള് ഈ ഇപ്പൊ പറഞ്ഞത് ക്ലാസിക്കലി ട്രെയിൻഡ് ആയതുകൊണ്ട് അതാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയെങ്കിലും സ്വന്തമായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാറില്ല. പക്ഷെ എല്ലാരും പറയുമ്പോഴത്തേക്കും ഓക്കെ കാണുന്ന പോലെ ഒന്നല്ല, കുട്ടിയൊരു സംഭവമാണ്, പൊളിയാണ്. Who among you is most likely to forget the choreo on stage but play it off flawlessly? സ്റ്റേജിൽ വെച്ചിട്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും, നമ്മൾ ചെയ്തതാണോ കറക്റ്റ്. നമ്മള് കൊറിയോഗ്രാഫ് ചെയ്തൊക്കെ പ്രാക്ടീസ് സെഷനിലൊക്കെ ആൾ പെർഫെക്റ്റ് ആണ്. പക്ഷെ സ്റ്റേജിൽ ചെല്ലുമ്പോ കുറച്ച് ചെറുതായിട്ട് വലിയ പ്രശ്നമില്ല, റൈറ്റ് ഓർ ലെഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാരിയില് ഒരു പരിപാടിക്ക് ഞാനും ചോട്ടും കൂടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നാണ് എനിക്കത് കറക്റ്റ് ആയിട്ട് മനസ്സിലായത്. ഇപ്പോഴും ഞാൻ പറയും. അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രല്ലേ ഉള്ളൂ, എന്നെ പഠിപ്പിച്ചതൊക്കെ ചോട്ടുമാണ്. അപ്പൊ നമ്മള് പ്രാക്ടീസ് ഒക്കെ ചെയ്തു. സ്റ്റേജിൽ കയറിയാൽ ശരിക്കും ആ വീഡിയോയിൽ ഇപ്പോഴും ഉണ്ട്, ഞാനിങ്ങനെ ഞെട്ട് നോക്കുന്നു, ഇത് തന്നെയാണോ നമ്മൾ പഠിച്ചത്. മറ്റേ ടേസ്റ്റ് ഒക്കേഷനിൽ കളിക്കാൻ പറ്റും, മറ്റേ ഫ്രണ്ട് എല്ലാ പരിപാടിക്കും അങ്ങനെ. അതെ, ഞാൻ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കാറ്. പക്ഷെ ആ കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഭയങ്കര ആൾക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസൻസ് ഓഫ് മൈൻഡ് ഭയങ്കരമാണ്. ഒരാൾ തെറ്റിച്ചെന്ന് കണ്ടാൽ കൂടെ തെറ്റിച്ചോളും. അതല്ലേ ടീമിൽ കളിക്കുന്നത്, അതാണ് പറയുന്ന സ്പിരിറ്റ് ആണല്ലേ. നെക്സ്റ്റ് വൺ ഈസ് who among you is always late to practice? എല്ലാരെയും കൊണ്ടുപോകുന്നത് അശ്വതിയാണ്. അപ്പൊ അശ്വതി ലേറ്റ് ആയാൽ എല്ലാവരും ലേറ്റ് ആവും. അല്ല, ലേറ്റ് എന്നൊരു സംഭവം ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറി. ഞങ്ങള് മൂന്നുപേരും ഏകദേശം ഇപ്പൊ അടുത്ത് ഓടിക്കും. ഐ മീൻ അല്ലെങ്കിൽ നമ്മളെ എപ്പോഴും ഒരുമിച്ചായിരുന്നു എല്ലായിടത്തും പോകുന്നതൊക്കെ. നമ്മള് എത്തുമ്പോ എല്ലാരും ഒരുമിച്ചായിരിക്കും എത്തുക. അപ്പൊ അതിലൊരു ലേറ്റും ഇതും വന്നാലേ ഉള്ളൂ. പങ്ക്ച്വലാണ് എല്ലാരും. പിന്നല്ല, എന്താണ് എല്ലാരും ഒരുമിച്ച് ലേറ്റ് ചെയ്ത് അത് ഞാൻ പറഞ്ഞു, ഒരാൾ ലേറ്റ് ആയാലും എല്ലാവരും
Who among you eats the most during rehearsal breaks? എല്ലാരും കഴിക്കും, പക്ഷെ എനിക്ക് ഫുഡ് തോന്നുന്നു കൊണ്ടുവരാറില്ല, പിന്നെ എങ്ങനെ കഴിക്കണം? പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ജങ്കിന്റെ ആൾക്കാരാണ്, പെട്ടെന്ന് പോയാലും ടിമ്മ് അങ്ങനെയൊക്കെ എന്ന് പറയും. ആദ്യത്തെ ഈ പ്രാക്ടീസിന് വരുമ്പോ വീട്ടിൽ നിന്ന് ഫുഡ് മറ്റേ പാക്ക് ചെയ്ത് മറ്റേ ചോറും കറിയും ഒക്കെ ആയിട്ട് വരും. അങ്ങനെ ഭയങ്കര അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദിത്യായിരിക്കും. ചിട്ട അതെ, പക്ഷെ ആള് മറക്കില്ല കേട്ടോ, എല്ലാവർക്കും കൂടെ കൊണ്ടുവരാൻ ചെയ്യും. എങ്ങനെ കിട്ടുന്നു സമയമൊക്കെ ഇങ്ങനെ കിട്ടുന്നു. ഞാനല്ലാണ്ടാകും, അത് അവർക്ക് അറിയാം. വിശക്കുമ്പോ ഹീറോയിൻ പോലെ തന്നെ. സ്നീക്കേഴ്സ് കഴിക്കും. ഞാൻ ചെറുത് ദേഷ്യപ്പെടാനൊക്കെ തടസ്സമില്ല. ആക്ച്വലി ആ സംഭവം ഒന്ന് എടുത്തു പറയണം. ഒരു ദിവസം നമ്മള് പ്രാക്ടീസിന്റെ സമയത്താണ് തോന്നുന്നു. ഓക്കെ, പ്രാക്ടീസിന്റെ സമയത്ത് ഞാൻ ആക്ച്വലി കൊറിയോടെ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നേരം ആള് കഴിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പക്ഷെ അത് എനിക്കറിയില്ലായിരുന്നു കഴിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ പറയാൻ നേരം ഞാൻ ആള് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ അവിടെ നിന്ന് പറയാണ്, ആദിത്യ ഇങ്ങനെയാണ് നോക്കണില്ല ആള്, ആദിത്യ ഇങ്ങനെയാണ്. ഞാനിനി എന്തെങ്കിലും ചെയ്തോ? പിന്നെ പറഞ്ഞേ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ വിശന്നിരിക്കുന്നു, അതാണ് കേട്ടോ ഞാൻ അങ്ങനെ ആയതെന്നൊക്കെ. അപ്പൊ ഞാൻ ഓക്കെ ഒരു നാഗവല്ലിയായി മാറുന്ന ഭയങ്കര കോൺഷ്യസ് ആയിട്ടോ. ആദ്യത്തെ വിശക്കുന്നുണ്ടെങ്കിൽ പറയണോ? അതെയാ, കാരണം ആ ഒരു രുദ്രരൂപം കാണാനായിട്ട്. ഫുഡ് നമുക്ക് മെയിൻ ആണ്. And you have such a cute face too. അതിന് ഭയങ്കര ഒരു ആങ്കർ ലുക്ക് വരുന്നത് ഇച്ചിരി ബോറായിരിക്കും. പക്ഷെ ഭയങ്കര വിസിബിൾ ആണ് എന്റെ മുഖം, അപ്പോഴേ അറിയാം. സബ് ടൈറ്റിൽസ് ഉള്ള ഫേസ് ആണ്. ഇവിടെ അതെ വിശന്നാൽ എന്തെങ്കിലും വിഷമം വന്നാലൊക്കെ പെട്ടെന്ന് ഫേസിൽ കാണും. Who among you takes mirror selfies the most? അയ്യോ ആണോ? അതെ അതെ അതെ. ഇവരെല്ലാരും അങ്ങോട്ട് ചൂണ്ടി ഞാനും അങ്ങോട്ട് ചൂണ്ടി, അത്രേ ഉള്ളൂ. ശരിയാ ശരി. അതെ മറന്നു. വേറെ ആരാ എടുക്കണേ? ആദിത്യോ? ഞാൻ അങ്ങനെ എടുക്കാറില്ല. ഇവളും എടുക്കാറുണ്ട്. രണ്ടുപേരും എടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ എടുക്കണ കണ്ടിട്ടില്ല. സമയം ഉണ്ടെങ്കിൽ മാത്രം. നല്ല ഫോട്ടോ എടുക്കാം. പക്ഷെ ഒറ്റയ്ക്കും എടുക്കില്ല കേട്ടോ, എല്ലാരും വിളിക്കാറുണ്ട്. എന്നിട്ട് പക്ഷെ ഒരു റീല് നിർബന്ധ, മിററിലുള്ള ഒരു റീല്. ഓ ശരിക്കും പ്രൊഫൈലൊക്കെ നോക്കിയാൽ കാണാം. ഞാൻ വീട്ടിൽ ചെന്നിട്ട് തപ്പുന്നുണ്ട്. ഇന്നൊരു ഫോളോവറും കൂടെ കിട്ടി. Who among you is the biggest hyper, like hype machine എന്ന് പറയാനായിട്ട് നിങ്ങളുടെ ഇടയ്ക്ക് ആരാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ഹൈപ്പ് ചെയ്ത് വരുന്നത്? ചോട്ട് നന്നായിട്ട് ഹൈപ്പ് ചെയ്യാറുണ്ട്. അതെ, അനാവശ്യ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അത് നല്ലതാണല്ലോ. നമ്മളിപ്പോ എന്താ പറയാ, ഓക്കെ പ്രാക്ടീസിന് കൂടി എല്ലാവരും അത്ര ഒരു മൂഡിലല്ല. അതെ, ഒരു ഭയങ്കര ഒരു ബോറ് ദിവസമാണ്. അതൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസിന് വരുമ്പോ ആർക്കും അങ്ങനെ വലിയ അപ്പൊ കൂടെ നിൽക്കുന്ന ഒരാള് അത്ര ഹൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ചോട്ട് തന്നെയാണ്. ചോട്ട് പറയും ബാബാ കമോൺ എവരിബഡി. ചോട്ടും ആക്ച്വലി ടയേർഡ് ആയിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് ആ ഒരു ഇതുണ്ട്, ഓക്കെ എല്ലാരെയും ഒന്ന് കൊണ്ടുവന്ന് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യിക്കണം എന്ന് പറഞ്ഞ ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളെല്ലാരും ഹൈപ്പ് ചെയ്ത ആ ഒരു ചോട്ട് തന്നെയാണ്. ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ ആരും അനങ്ങത്തില്ല. അതെ, എത്ര മണിക്കൂറാണ് ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടൊക്കെ ഇപ്പൊ ഞങ്ങള് പ്രാക്ടീസിന്റെ ബ്രേക്ക് ടൈമില് ഫുഡ് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ടയർഡ് ആയിരിക്കും. ഞങ്ങൾ പിന്നെ എണീക്കാൻ വയ്യ, ഞങ്ങളെല്ലാരും ഒരു മൂലക്ക് ഇരിക്കും. അപ്പത്തേക്ക് ചോട്ട് പെട്ടെന്ന് അത് ആ ഒരു കിക്കിങ് ചെയ്യും. ഇല്ല എനിക്ക് എല്ലാവർക്കും ചെയ്യണം കമോൺ എന്ന് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ആ കാര്യത്തില്. Who among you is secretly competitive? എല്ലാരും അങ്ങ് തുറന്നു ചോദിക്കും. Okay, openly ആരാ competitive? അല്ല ഇപ്പൊ നമ്മള് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഞങ്ങൾക്കിടയിൽ ഇതുവരെ അങ്ങനെ ഒരു അങ്ങനെയല്ല, ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. Who among you would choreograph a full routine just for fun at 2 AM? ഇതിന് ഒന്ന് ചില്ലാവാൻ വേണ്ടി പാട്ട് കേട്ട് ഡാൻസ് കളിക്കാൻ ഇഷ്ടം എനിക്ക് തോന്നുന്നു ചോട്ടുന്നുണ്ട്. കാര്യം അത് ആളെ ഹാപ്പി ആക്കും, കണ്ടിട്ടുണ്ട്. പക്ഷെ ചെയ്യുമായിരിക്കും, എല്ലാരും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്ത് നമുക്ക് കളിക്കുമായിരിക്കും, പക്ഷെ കൊറിയോഗ്രാഫി എന്നുള്ള രീതിക്ക് ചെയ്യില്ലായിരിക്കും. പാട്ടിട്ട് കളിക്കുമായിരിക്കും. Who among you would wear the wildest costumes if given full creative control? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇത്രയും നാളും പെർഫോം ചെയ്തതിൽ എപ്പോഴെങ്കിലും ഭയങ്കര ഓക്കെ ഇത് കുറച്ച് ഓവർ ദ ടോപ്പ് അല്ലെങ്കിൽ ഇത് കുറച്ച് റെഡിക്കുലസ് ആയിട്ടുള്ള കോസ്റ്റ്യൂം ആണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനത്തെ മോട്ടുമാണ് കോസ്റ്റ്യൂം ഒക്കെ ഒരുവിധം. ആളിങ്ങനെ മേക്കപ്പ് കോസ്റ്റ്യൂം അതിലൊക്കെ കൂടുതൽ പുഷ് ചെയ്യണത് മോട്ടുമാണ്.
ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കംഫർട്ട് ലെവൽ സെയിം ആണ് ഡ്രസ്സിംഗിൽ ഇല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോസ്റ്റ്യൂം ചൂസ് ചെയ്യുമ്പോൾ അത് മൈൻഡിൽ വെച്ചിട്ടായിരിക്കും ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അത് നന്നായി. എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിന് ഒരുപാട് കോംപ്ലിമെന്റ്സ് എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിന് കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാരും ഇൻപുട്ട് ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ ഒരു നമ്മളിപ്പോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ കോസ്റ്റ്യൂമിന് നമ്മൾ ചെയ്ത ഡ്രസ്സ് നാട്ടിൽ പോയപ്പം ആള് ചെയ്യിപ്പിച്ചുണ്ടോ, അത് നല്ല കോസ്റ്റ്യൂം ആയിരുന്നു. Okay. പക്ഷെ അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല കോസ്റ്റ്യൂമിന്. Who among you motivates everyone when things get tough, and also who has like the best team spirit? ചോട്ടു യെസ് ചോട്ടു. എല്ലാവർക്കും ചോട്ടുവിനോടാണ് ഇത്രയും. എല്ലാവർക്കും ഉണ്ട്. ലൈക്ക് ടീം സ്പിരിറ്റ് ഇപ്പൊ സ്റ്റേജ് പ്രാക്ടീസിന്റെ സമയത്ത് ഇച്ചിരി കുറവാണെങ്കിലും സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ എല്ലാവർക്കും ഉണ്ട്. മോട്ടിവേഷനും എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതാണ്. ഒരാള് ഡൗൺ ആയ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഫേർട്ട് ഇടും ചോട്ടു. അതിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് ഇട്ട് എല്ലാവരെയും ആ ഒരു ടീം സ്പിരിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചോട്ടിന്റെ ഒരു എക്സ്ട്രാ അഡീഷൻ ഉണ്ട് അതിനകത്ത്. പെർഫോമൻസിന് മുന്നേ ഒന്ന് കൂൾ ഡൗൺ എല്ലാരെയും ചെയ്യിക്കാൻ, ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റിൽ വന്നിട്ട് അങ്ങനത്തെ ഇതൊന്നുമില്ല, തെറ്റിക്കരുത് അങ്ങനെയൊന്നുമില്ല. എന്തായാലും നമ്മൾ നമ്മുടെ ബെസ്റ്റ് എടുക്കുക. നമ്മൾ ഒന്നുമില്ല, കഴിഞ്ഞു അത്രേ ഉള്ളൂ. ഗിവ് ദ ബെസ്റ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരാള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും, തെറ്റിക്കരുത്, നമ്മൾ ഒരേ പഠിച്ചാൽ അങ്ങനെ ഇങ്ങനെ. പക്ഷെ കേറുന്നതിന് മുന്നേ എന്ത് കാണിച്ചാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിരിക്കണം. നമ്മുടെ ലാസ്റ്റ് മിനിറ്റിന് ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. പ്രാക്ടീസിന്റെ സമയത്ത് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാം. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ നമ്മൾ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കമ്മിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ബിഫോർ ഗോയിങ് ഓൺ സ്റ്റേജ് എന്തെങ്കിലും ഒരു റിച്വൽ പോലെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹാർഡ് പവർ അപ്പോ ഹേർഡലോ എന്താണ്? എല്ലാവരും കൈ ഹോൾഡ് ചെയ്തിട്ട് എനർജി ട്രാൻസ്ഫർ ഉണ്ട്. ചെയ്യണം. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ വാമപ്പ്. സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ അല്ല, നമ്മള് എപ്പോഴായാലും ലൈക്ക് നമുക്കൊരു പ്രോപ്പർ വാമപ്പ് ആയിട്ട് ലൈക്ക് ഇതുവരെ എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ഇനിയിപ്പോ നമ്മള് മുന്നോട്ട് എപ്പോഴും ഞാനിപ്പോ ലൈക്ക് അങ്ങനെ ആലോചിക്കുന്ന കാര്യമാണ്, നമ്മൾ എപ്പോഴും ചെയ്യാൻ നേരം നല്ല വാമപ്പ് ചെയ്ത് കയറണം എന്നുള്ളത് ഇതാണ്. എപ്പോഴെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ഡാൻസ് ബ്രേക്ക് വരും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പരിപാടിക്ക് ചെയ്തപ്പോ ലൈക്ക് നമ്മള് കൊടുത്ത പാട്ട് ആക്ച്വലി അത് ആദ്യം കൊടുത്ത ഓഡിയോ അവര് നമ്മള് ഫൈനൽ ഓഡിയോ കൊടുത്തത് ആദ്യം കൊടുത്ത ഒരു ഓഡിയോ തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. നമ്മള് ഫൈനൽ ആയിട്ട് കൊടുത്തായിരുന്നു അവർ പ്ലേ ചെയ്യേണ്ടിയത്. പക്ഷെ അവരതിന് മുന്നേ കൊടുത്തത് അവരിട്ടു. നമ്മള് ആക്ച്വലി സ്റ്റേജിൽ കാണിച്ചത് എന്തായിരുന്നു, ഞങ്ങൾക്ക് ഇരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതിലും പാട്ടുണ്ടെന്ന്. നമ്മുടെ ലാസ്റ്റ് പോസ് നമ്മൾ നിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് പാട്ട് പിന്നെ ഇത് തീരുന്നില്ലല്ലോ എന്നൊക്കെ അവസാനം നോക്കിയപ്പോ എല്ലാരും വിചാരിച്ചു ഇനി എനിക്ക് തെറ്റിയതാണോ തമ്മിൽ തെറ്റിയതാണോ എന്നൊരു തോന്നല്. സ്റ്റെപ്പ് എങ്ങാനും മിസ്സായിട്ട് നമ്മൾ നേരത്തെ വന്ന് നിന്നാണോ എന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ എല്ലാരും എല്ലാരും നോക്കിയപ്പോ പല സ്റ്റെപ്പായി. അവസാനം പിന്നെ നമ്മള് ആംഗ്യഭാഷയൊക്കെ കാണിച്ചു തുടങ്ങി, അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യുന്നൊക്കെ. അവസാനം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാ ഓക്കെ എന്തായാലും എന്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഓഡിയൻസിനെ നിന്ന് അതാ പറഞ്ഞത്, അതിൽ കാണാം നമ്മുടെ സ്പോർട്ട് കൊറിയോഗ്രഫി. അങ്ങനെ ഒരുക്കി സംഭവിച്ചിട്ടുണ്ട്. സകലകല വല്ലഭന്മാരാണ് ഇരിക്കുന്നത്. അതിലെ പാട്ട് തീർന്നപ്പോ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇത് പാട്ട് തീർന്നു. ചുമ്മാ എന്ത് നിക്കുന്നതിൽ എല്ലാരും കാണുമ്പോ നമ്മൾ ത്രയംപൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് വാട്ട് സോങ് വുഡ് യു സജസ്റ്റ് ദാറ്റ് വി പ്ലേ? അതെനിക്കൊന്ന് നമ്മള് നമ്മുടെ ഗ്രൂപ്പിന് നമ്മളെ ഈ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മളൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെമി ക്ലാസിക്കൽ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്. അതിന്റെ പേര് മോർണിംഗ് രാഗ എന്ന് പറയും. അത് ആക്ച്വലി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ആയിരുന്നു. ഞാൻ ആക്ച്വലി ചോദിക്കാൻ വിട്ടുപോയൊരു ചോദ്യം, നിങ്ങൾ എല്ലാവരും നാട്ടിലെവിടെയാണ്? ആകെ 4 പേരേ ഉള്ളൂ. നിങ്ങൾ എവിടെ നിങ്ങളൊക്കെ തുടങ്ങും? ഞാൻ ചെയ്യാൻ ഓക്കെ, കോട്ടയം. ഞാൻ ട്രിവാൻഡ്രം. ഞങ്ങൾ ഏകദേശം അടുത്താണ്. ഞാൻ വർക്കല, ഞാൻ ആറ്റിങ്ങൽ. ഓക്കെ, 3 പേര് ട്രിവാൻഡ്രമാണ്. അതിന്റെ പേരിൽ എപ്പോഴും അടി നടക്കാറുണ്ട്. അതെ, മനസ്സിലായിക്കാണല്ലോ സ്ലാങ്ങിന്റെ കാര്യത്തില് ആദിത്യക്ക് ഭയങ്കര ട്രിവാൻഡ്രം സ്ലാങ് നല്ല ട്രിവാൻഡ്രം സ്ലാങ് പക്ഷെ എനിക്കതില്ല. എനിക്കും ഉണ്ട്. ഇടയ്ക്ക് സംസാരിക്കുമ്പോ ഇവരൊക്കെ ഫേക്കാണ്.
ഞാൻ ഇതിന് ഭയങ്കര വരുന്ന ചില വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. തിരുവനന്തപുരം എന്തൊരു തൊന്തരവും. ഒന്നും ഞാൻ പറയില്ല. അതെ, ഇതിപ്പോ ഇങ്ങനെ കുട്ടി കുറച്ച് ഫ്രീ ആവും. നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? ഫ്രീ ആയിക്കോ. അതാ പറഞ്ഞു അല്ല കൊച്ചിനൊന്ന് ഇറക്കി വിട്ടാൽ കുറച്ച് കംഫർട്ടബിൾ ആകുമ്പോ എനിക്കൊന്ന് അതിലേക്ക് നല്ല പോലെ വരും. എനിക്ക് കുറച്ചും കൂടെ സമയം എടുക്കും. നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? നിങ്ങളങ്ങ് ഇറങ്ങി വരുമോ? ഇവര് പറയുന്ന വാക്കുകളൊക്കെ എനിക്ക് പുതിയതാ പലതും. ഈവൻ ട്രിവാൻഡ്രം ആണെങ്കിൽ പോലും ഇവര് പറയുന്നൊക്കെ എനിക്ക് പലതും പുതിയതാണ്. നമ്മുടെ കുറെ സമയം അങ്ങനെ പോകാറുണ്ട്. അതെ പ്രാക്ടീസിന് ചെന്നിരിക്കുമ്പോ സ്ലാങ് ഏതൊക്കെയാണ്? ഈ പുതിയ വാക്കും കൊണ്ടുവരുന്നത് ഇപ്പോഴാണ് നമ്മൾ അടിയാവണം. ഇതങ്ങനെയാണ് എന്തോന്ന് എക്സാമ്പിൾ എന്തോന്ന് എന്തൊരു എന്തിനൊക്കെ നല്ലോണം വരും. അധികം സംസാരിക്കില്ല. എന്താ എന്നൊന്നും ചോദിക്കില്ല. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ കൂടിയിട്ട് ഓ ഓ ഞങ്ങൾക്ക് ട്രിവാൻഡ്രംകാർക്ക് അങ്ങനെയുണ്ട്. ആ കൂടെ തിരുവനന്തപുരം ആണെന്നേ ഉള്ളൂ, പക്ഷെ എറണാകുളത്തെ വളർന്നത്. അതിന്റെ ഇതൊക്കെ കാണാനുണ്ട്. എന്നാലും ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്നത്. ലൈവായിട്ട് കണ്ടോ? ഇതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങി ഇവിടെ അടിയാണ്. അവര് തമ്മിൽ തന്നെ അടിയായി. അയ്യോ പേര് പഠിച്ചുട്ടാ. അത് ഞങ്ങൾ എല്ലാരും പഠിച്ചിട്ടുണ്ട് പേര്. മോട്ടു ചോട്ടു. അവിടെ എന്തൊക്കെ ചക്കു ചക്കു അച്ചു. എല്ലാവരും നാട്ടുകാര് തേടി നടക്കുന്ന അശ്വതി അച്ചു. വീട്ടിലൊക്കെ വിളിക്കുന്നത് അമ്മൂന്നാ. അവർക്ക് അറിയില്ലല്ലോ. വീട്ടിന്റെ ഇടയിൽ അശ്വതി അശ്വതി എന്നുള്ള പേരുള്ള ഫ്രണ്ട്സിന്റെ ഇടയിലെല്ലാം അച്ചു അച്ചു എന്ന് വിളിച്ചാൽ അങ്ങനെയാണ് അച്ചു. പിന്നെ എന്റെ പേര് അതെ, കുട്ടി നല്ല നല്ല കുട്ടിയാന്നൊക്കെ. നമ്മൾ അച്ചുമോളെന്ന് വിളിക്കും. ഞാൻ അച്ചുമാന്ന് വിളിക്കും. എന്ത് വേണം? എനിക്കറിയാൻ കേട്ടോ. അല്ലല്ല, ഫുൾ ജെൻസി വൈബാണ്. അതെ, ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞാല് എപ്പോഴാ അറിയണേന്ന് പോലും നമുക്കറിയാം. നിങ്ങൾ എല്ലാവരും ക്ലാസിക്കലി ട്രെയിൻഡ് ആണ്. വാട്ട് വാസ് യുവർ ഇൻസ്പിറേഷൻ ടു സ്റ്റാർട്ട് ഡാൻസ് ക്ലാസ്സസ്? പിന്നെ ആരാണ് നിങ്ങളുടെ ഒരു ക്ലാസിക്കൽ ഐഡൽ എന്ന് പറയാനായിട്ട്? എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കില്ലായിരുന്നു. എന്റെ അമ്മ നിർബന്ധിച്ച് ചേച്ചിക്ക് കൂട്ടിനായിട്ട് എന്നെ കൊണ്ടുപോയതാ ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിക്ക് കൂട്ടിനായിട്ട് ഒരാൾ വേണമല്ലോ, അങ്ങനെ കൊണ്ടാക്കി. എന്നിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോ ചേച്ചി നിർത്തി, ഞാൻ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയതാ. അതുകൊണ്ട് തുടങ്ങിയപ്പോ ഇൻസ്പിറേഷൻ ഒന്നും ഇല്ല. പക്ഷെ ശോഭന ഓൾ ടൈം ഫേവറേറ്റ്. എനിക്ക് പറഞ്ഞ പോലെ ലൈക്ക് ആ മൊമെന്റിൽ ഇപ്പൊ നമ്മളൊരു ഇപ്പൊ ആശാശരത്തായാലും ശോഭനയായാലും ആരായാലും കളിക്കുന്ന കാണുമ്പോഴത്തേനും ആ ഒരു മൊമെന്റിലെ ഇൻസ്പിറേഷൻ ഉണ്ടാവും. ബട്ട് അങ്ങനെ ഒരു ലോങ് ടേം ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എൻ്റെ ഗുരുവാണ്. കാരണം എപ്പോഴും എന്നും കാണുന്നത് ഗുരുവിനെയാണ്. എല്ലാ ക്ലാസ്സിന് പോകുമ്പോഴും അവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, അവിടെ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത്, അവിടെ നിന്നാണ് ഞാൻ ഇനിയും മുന്നോട്ട് കളിക്കണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഇത്. അതേപോലെ തന്നെ അമ്മ ആക്ച്വലി ഡാൻസ് കളിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ പണ്ട് കേട്ടോ, പണ്ട് അമ്മയുടെ ആ യങ് ഏജിൽ കളിക്കുമായിരുന്നു. അപ്പൊ ഷീ വാസ് ആക്ച്വലി എന്നെ വിടണം, ഡാൻസിൽ വിടണം, അങ്ങനത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഷീ വാസ് എന്താ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തിനും. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. കൊച്ചിലെ മുതൽ 3 years ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 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 പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നു. എനിക്കും ആക്ച്വലി ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ അറിവ് വയ്ക്കുന്ന പ്രായത്തിൽ പിന്നെ 3 വയസ്സുള്ളപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. എൻ്റെ അമ്മയാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ്. സോ അമ്മയാണ് എന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യിച്ചേ. പിന്നെ പഠിച്ച് വളർന്നു വന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ക്ലാസിക്കൽ ഡാൻസിനോട് ഒരു അറ്റാച്ച്മെന്റ്. എനിക്ക് ഓക്കെ, ഇതെന്റെ പാഷനാണ്, എനിക്ക് അതിനോടൊരു ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. പിന്നെ അതുപോലെ ആശ ശരത്ത്, ശോഭന, അങ്ങനെയൊക്കെ അവരൊക്കെ ഡാൻസ് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ തോന്നും. ബട്ട് എനിക്ക് ഒരു ഐഡിയലായിട്ട് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് എനിക്കില്ല ആക്ച്വലി. ബട്ട് എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അത് ആരാണോ നന്നായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് അവരോട് അറ്റ് ദ മൊമെന്റ് അവർ ഓക്കെ എനിക്ക് ഇതുപോലെ ചെയ്യണം, എനിക്ക് ഇതുപോലെ ട്രെയിനായി വരണം, അങ്ങനെ ഒരു ആ ഒരു ഇതാണ്. അച്ഛമ്മ എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്കിങ്ങനെ ഒരാളെ സ്പെസിഫിക്കലി ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. ഈ ചെറിയ വയസ്സിൽ അമ്മയ്ക്ക് ഇപ്പൊ എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല, ഭയങ്കര മടിച്ചായിരുന്നു ചെറുതിൽ. എന്റെ അമ്മ ഈ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഭയങ്കര ഈ എന്താ പറയാ ഈ ഇങ്ങനത്തെ ആർട്സിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ. അതുകൊണ്ട് എന്നെ ചെറുതിലെ ഡാൻസിനും പാട്ടിനും വയലിനും വീണയ്ക്കും എല്ലാം കൊണ്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം ഒരു ഏജ് വരെ ഞാൻ ഇത് പഠിച്ചിട്ടുമുണ്ട്. അതിന്ന് പിന്നെ അതിലോട്ട് എനിക്ക് താല്പര്യമുള്ള ഡാൻസും പാട്ടിലോട്ടുമാണ് ഞാൻ പിന്നെ അങ്ങ് പോയത്.
ഇപ്പം ആദ്യം പറഞ്ഞ പോലെ ആര് ഡാൻസ് കളിക്കുന്നത് കണ്ടാലും ആരുടെയാണോ നല്ലത് അതിന് ഞാനൊരു ഇതുപോലെയൊക്കെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം എന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇന്നൊരാള് ഇയാളെ പോലെ കളിക്കണം അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ ചില സമയത്ത് എനിക്ക് ചോട്ട് കളിക്കുന്ന കാണുമ്പോൾ ഞാൻ വയ്ക്കും ചോട്ടിനെ പോലെ എന്തെങ്കിലും ആ ഒരു പെർഫെക്ഷനിൽ കളിക്കണം. അത് അല്ല എല്ലാരും ഞാൻ പറയാ, ഇപ്പം മോട്ടു ആയാലും ചിലത് കളിക്കുന്ന കാണുമ്പോൾ നമുക്കത് വഴങ്ങത്തില്ല. എസ്പെഷ്യലി ചോട്ടു ക്ലാസിക്കൽ കളിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ചോട്ടു ഇതെങ്ങനെയാ ഇത് ഇത്രയും എഫേർട്ട്ലെസ് ആയിട്ട് കളിക്കുന്നതെന്ന്. അങ്ങനെ ഓരോരുത്തരിലും എനിക്ക് ആ ഒരു ഇവരെ പോലെ കളിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് പലതും. നിങ്ങൾക്ക് ക്ലാസിക്കലില് ഇപ്പോൾ എനിക്ക് അറിയാം, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ട് ഹു ആർ ഡൂയിങ് ദെയർ ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ എന്ന് അറിഞ്ഞൂടാ ഇൻ ഭരതനാട്യം. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ പോവാൻ താല്പര്യമുണ്ടോ? ആക്ച്വലി എനിക്കുണ്ടായിരുന്നു ഡിഗ്രി ഓർ ഡിപ്ലോമ ചെയ്യണം, അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം 10th കഴിയുമ്പോഴേ പോണമായിരുന്നു. ആ സമയം എനിക്ക് ഹോം സിക്നെസ്സും ആയിരുന്നു, ചെറുതിലേ പോവാനും രണ്ടും വേണം. അപ്പൊ ഞാൻ ഫാമിലി ചൂസ് ചെയ്തു ആ സമയം. പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് പോകാം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓർ ഡിഗ്രി ഓർ ഡിപ്ലോമ ചെയ്യാൻ ഇപ്പൊ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഓൺലൈൻ ചെയ്യാനും വരെ ഓപ്ഷൻസ് ഉണ്ട്, സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ. അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്കും ബട്ട് പ്രയോറിറ്റീസ് മാറി വന്നു. അതായത് ഏത് ചൂസ് ചെയ്യണം, കരിയർ ചൂസ് ചെയ്യണോ ഡാൻസ് ചൂസ് ചെയ്യണോ. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങോട്ട് വരണം, ഹയർ സ്റ്റഡീസ് പോകണം എന്നതുകൊണ്ട് മാത്രം. ഇനി അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഇനിയും ഡാൻസ് കണ്ടിന്യൂ ചെയ്യണം. അല്ലെങ്കിൽ ക്ലാസ് ഉണ്ട്, ഇവരിപ്പോ ക്ലാസ് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഞാനും ഇതേപോലെ +2 കഴിഞ്ഞിട്ട് BA മ്യൂസിക് പഠിക്കാൻ പോയ ഒരാളാണ്. ഞാൻ അഡ്മിഷനൊക്കെ ആയിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് അയ്യോ വേണ്ട ഇതില്. പിന്നെ എന്റെ അച്ഛന്റെ ഫാമിലിയിലോട്ട് ആർക്കും അങ്ങനെ വലിയ ഇപ്പം മ്യൂസിക് എടുത്തിട്ട് എന്റെ കരിയർ എന്താവും, പാട്ട് ടീച്ചറായിട്ട് ഇരിക്കുവോ അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ഒരു ടൈമുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവരെന്നെ ഫീൽഡ് മാറ്റി അക്കൗണ്ട്സിലോട്ട് മാറ്റി ഞാൻ അങ്ങോട്ട് പോയത്. അല്ലെങ്കിൽ ചിലപ്പോ ഞാനിപ്പോ ഒരു പാട്ട് ടീച്ചറായിട്ട് നാട്ടിലുണ്ടായതിന് ഇനിയൊരു പാട്ട് ടീച്ചർ ആവാലോ. ഇനി അതിനുള്ള ഇതില്ല, കാരണം ആ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ നമ്മൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വിട്ടതിന് ശേഷം ഇപ്പൊ അതിലോട്ട് ഒരു ടച്ചും ഇല്ല. വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്? നിങ്ങൾ മാരീഡ് ആണോ, സിംഗിൾ ആണോ, പിന്നെ റിലേഷൻഷിപ്പ് എന്താണ്? അങ്ങോട്ട് ചോദിക്കും, കണ്ടിട്ട് എന്ത് തോന്നുന്നു, മാരീഡ് ആണോ? അതെ അതെ Definitely in a relationship. കാരണം ബ്യൂട്ടിഫുൾ ഗേൾസ് ലൈക്ക് യു ഡോണ്ട് ഗോ സിംഗിൾ. പിന്നല്ല ഇരിക്കട്ടെ, ഞാൻ കുറയ്ക്കുന്നില്ല. ഞാൻ മാരീഡ്. ഓക്കെ, റീസെന്റ് വെരി ഗുഡ്. മാരീഡ് ആണ്. ഓക്കെ, നൈസ്. അയ്യോ റെഡി ടു മിംഗിൾ. ഓക്കെ, അവിടെ സിംഗിൾ റെഡി ടു മിംഗിൾ ആണോ? റീസെന്റ് മാരീഡ് എന്ന് പറയുമ്പോ 19th വളരെ റീസെന്റ് ആണ്. ഇവിടെ എത്ര നാളെ? ഞാനോ? ഇത് ഒരുപാട് നാളായി തോന്നുന്നു. ഞാൻ 8 years അവിടെ ഞാൻ 3 years. 3 years. Yes. കാണുമ്പോ ചെറുപ്പായിട്ട് തോന്നുന്നുള്ളൂ. റിലേഷൻഷിപ്പ് ചെറുപ്പമാണ് ആക്ച്വലി, കുഞ്ഞിലെ കല്യാണം കഴിച്ചേ ഉള്ളൂ. ഞാൻ 2K കിട്ടാണ് ഗൈസ്. ശരിക്കും? Yes. ഓ മൈ ഗോഡ്, ഞാൻ ചോദിക്കില്ല എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചല്ലോ, അവിടെ പറഞ്ഞു. ഞാൻ ഭയങ്കര യങ് കല്യാണം കഴിച്ചാണ്, അതുകൊണ്ട് അതല്ല, ഇവിടെ ചോദ്യങ്ങളൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, അവിടെ നിന്ന് ഉത്തരങ്ങൾ തരുന്നതാണ്. അത് നിങ്ങൾ ചോദിക്കൂല എന്നറിയാം, അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ ഇവിടെ എന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ചോദ്യം ഈ 3 പേർക്കുള്ളത്. അവിടെ സിംഗിൾ റെഡി ടു മിംഗിൾ ആണല്ലോ, കൂട്ടുന്നില്ല അതിന്. റെഡി ടു മിംഗിൾ ആയിക്കോട്ടെ, ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഹസ്ബൻഡ്സ് പ്രാക്ടീസ് സെഷൻസിനൊക്കെ കൂടെ വരാറുണ്ടോ, അതോ പരിപാടികളൊക്കെ നടക്കുമ്പോൾ കട്ടയ്ക്ക് തന്നെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നവര് നേരെ? എന്റെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടറാണ്. ശരിക്കും ഡാൻസിൽ എന്നെക്കാട്ടിലും ഇൻട്രസ്റ്റ് ഞാൻ ചെയ്യുന്നത് ശിവയ്ക്കാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ്. അപ്പം എല്ലാത്തിനും പറ്റുമ്പോഴൊക്കെ കൊണ്ടുവരാറും, അല്ലാണ്ട് ഒന്നും ഇല്ലെങ്കിൽ അശ്വതിയുടെ വീട് വരെങ്കിലും കൊണ്ടാക്കും. അവിടുന്ന് അശ്വതി ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ചോദ്യത്തിന് ആക്ച്വലി വലിയൊരു ഇമ്പോർട്ടൻസ് അല്ല, കാരണം നമ്മളുടെ ജനറേഷൻ വേറെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ പാരന്റ്സിന്റെ ജനറേഷനിലായിരിക്കും ചിലപ്പോ ഈ ഒരു ചോദ്യത്തിന് ആ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷെ ഇപ്പോഴത്തേക്ക് വരുമ്പോ കണ്ടോ, അവിടെ ഒരാളിരിക്കണം, കണ്ടോ, വരാൻ പറഞ്ഞ് കൂടെ വന്നു. ഇവിടെ നമുക്ക് അവര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ഫാമിലി ഇപ്പൊ പറയുമ്പോ നമ്മളും ഹസ്ബൻഡും മാത്രല്ലേ ഉള്ളൂ, അപ്പൊ അവര് സപ്പോർട്ട് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഹാപ്പിനെസ് തരുന്ന കാര്യങ്ങൾ ഇതാണെങ്കിൽ നമ്മളത് ചെയ്യില്ലേ. എന്റെ കേസിലായാലും ലൈക് ഞങ്ങളൊരു 3 years റിലേഷൻഷിപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് കല്യാണത്തിലേക്ക് വന്നതാണ്. അപ്പൊ ആള് കാണുമ്പോ തൊട്ടിട്ട് ഞാൻ ഡാൻസിന് പോകണോ, ഡാൻസിന്
ലൈക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഫുൾ ടൈം ഡാൻസ് എന്നുള്ള. അപ്പൊ ആൾക്ക് മനസ്സിലായി ഓക്കെ അതെനിക്ക് അത്രയും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എപ്പോഴും അതിനു വേണ്ടി നിൽക്കുന്ന ഒരു ആളാണ്. എന്റെ ആണെങ്കിലും 10 years ആയിട്ട് റിലേഷൻ ആയിരുന്നു. സ്കൂള് തൊട്ടേ അറിയാം. അപ്പൊ ഡാൻസ് കളിക്കുന്ന കണ്ടാണ് പരിചയപ്പെട്ടതും. അങ്ങനെ പിന്നെ ഇത് ബ്ലഡിൽ അലിഞ്ഞ് ചേർന്നതാണെന്ന് അറിയാം. അത്ര പാഷനേറ്റ് ആണെന്ന് അറിയാം. ഇപ്പം എനിക്ക് റീസെന്റ് ലൈസൻസ് കിട്ടി. അപ്പൊ അതിന് മുമ്പ് വരെയും പ്രാക്ടീസ് സെഷൻസിനും കൊണ്ടുവന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യും. തീരുന്നവരെ ഫുഡ് പോലും കഴിക്കാണ്ട് വെയിറ്റ് ചെയ്ത് പ്രോഗ്രാംസിന് എല്ലാത്തിനും ആള് വരും. ഇഷ്ടവാ, അത്രയ്ക്ക് ഇഷ്ടവാ. ഐ മീൻ ഡാൻസ് ചെയ്യുന്നതിനോട്. ഇപ്പം ഞാനിപ്പോ ലേസി ആണെങ്കിൽ ഞാനിപ്പോ പുറകോട്ട് പോവുകയാണെങ്കിലും എന്നെ പുഷ് ചെയ്ത് വിടുന്നത് നീ ചെയ്യണം, യു ഷുഡ് കണ്ടിന്യൂ ദിസ് എന്ന് പറഞ്ഞ എന്നെ വിളിക്കുന്ന ഹസ്ബൻഡ് തന്നെയാണ്. അതുകൊണ്ട് അവരെല്ലാരും ഇപ്പൊ നല്ല കൂട്ടുകാരാണ്. അതെ, അതങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് വരുമ്പോഴത്തേക്ക്. എന്റെ വണ്ടിക്ക് ഒരു പേര് തന്നെ ഉണ്ട്, ത്രിമക ട്രാവൽസ്. ഓറൊക്കെ വെച്ച് നടക്കാൻ അടിപൊളി, നമുക്കൊരു സ്റ്റിക്കർ ആക്കാം, ബാക്കിൽ തന്നെ ഒട്ടിക്കാം. ഈ സമ്മറില് സമ്മർ ആകുമ്പോഴാണ് നമ്മള് കുറച്ച് വിന്ററിലേക്ക് മറ്റേ ഹൈബർനേഷൻ അതെ. പറ്റുവാണെന്നുണ്ടെങ്കിൽ മഹാവണത്തിന് വരുമ്പോ നമ്മളൊരു സ്റ്റിക്കർ സെറ്റ് ആക്കുന്നതായിരിക്കും. എല്ലാരും ടീഷർട്സും കൂടെ ഉണ്ടാക്കിക്കോ. പരിപാടിക്ക് പോയപ്പോഴാണ് ബാനർ വെച്ച് സൈഡിൽ ഇങ്ങനെ തൂക്കി പിടിക്കാന്നൊക്കെ പറഞ്ഞ ഇതിനൊരു പരിപാടിക്ക് പോയപ്പോ അത് സ്ഥിരം ഇതെനിക്ക് ഫുൾ ഓൺ പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് സ്ഥിരം അശ്വതി എല്ലാരും അശ്വതിയുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും, അവിടെ നിന്ന് കൊണ്ടുവരും. സ്കൂൾ ബസ് പിക്ക് ചെയ്യും പോലെ റോൾ നമ്പർ ഒക്കെ വിളിച്ച് യെസ് പ്രസന്റ് മിസ് ഇത്രയും പേരെയും കൊണ്ടുപോയി എല്ലാവരുടെയും വീട്ടിൽ ചെന്ന് ഡ്രോപ്പ് ചെയ്ത് എല്ലാരെയും സേഫ് ആക്കിയിട്ടാണ് ആള് വീട്ടിൽ പോകുന്നത്. അതെ, ഒരു കംപ്ലൈന്റ്സും ഇല്ല, ഒന്നുമില്ല. അതെ, ഒരു സ്റ്റേറ്റ് എന്തുണ്ടായാലും ഒരു സ്റ്റേറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളുടെ ഈ ഒരു ചാറ്റ് സെഷൻ ഇവിടെ ഇങ്ങനെ അവസാനിക്കാനായിട്ടുണ്ട്. സോ എനിക്ക് അവസാനിക്കുന്നതിന് മുന്നേ ചോദിക്കാനുള്ളത്, ഇനിയിപ്പോൾ ഏറ്റവും അടുത്ത് വരുന്ന പ്രോഗ്രാം നിങ്ങളുടെ ഏതാണ്? ഇഫ് ഓഡിയൻസ് ക്യാൻ ക്യാച്ച് ഇറ്റ് ഓർ നോട്ട്. ഇനി വരുന്ന ഇവന്റ് എന്ന് പറയുന്നത് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു പ്രൊജക്ട് ഉണ്ടല്ലോ നമ്മളിപ്പോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൈക്ക് ഈ ഒരു ഡാൻസ് ഷൂട്ടാണ്. അത് നമ്മള് ആസ് സൂൺ ആസ് പോസിബിൾ എല്ലാവരും പ്ലാൻ ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇതില് ആണ് ഇരിക്കണേ. പിന്നെ മഹാവണം വരുന്നുണ്ട്. പിന്നെ മഹാവണം അല്ല, മഹാവണത്തിന് ഞങ്ങളൊക്കെ അവിടെ കാണൂലോ, അതല്ലാതെ. പക്ഷെ അതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ എല്ലാവരും കൂടി പിടിച്ചു നിൽക്കാൻ പറ്റും. വെരി ട്രൂ. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം റീൽസ് അല്ലാതെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ആയിട്ടുണ്ടോ? നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര ആക്റ്റീവ് അല്ല. ഇനിയിപ്പോ നമ്മള് എല്ലാം ചെയ്തോണ്ടിരിക്കും. ഈ സമ്മർ സ്റ്റേ ട്യൂൺഡ്. അത് അവര് തരുന്ന വാക്കാണ്. ഉറപ്പായിട്ടും നല്ലൊരു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ചാറ്റ് സെഷൻ. ചോദ്യങ്ങൾ ചോദിക്കാതെ തന്നെ ഉത്തരങ്ങൾ പറയുന്ന കുട്ടിയുണ്ട്. ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണ്ടെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്കും ആദ്യം അവിടുന്ന് ഇങ്ങനെ ഓക്കെ പുഷ് പറയണം, എനിക്കിതൊക്കെ ഞാൻ ഇവിടുത്തെ പറഞ്ഞിട്ടേ പോവുള്ളൂ. നിങ്ങളെ മഹാവണത്തിന് കാണാനും അതിന് മുന്നേ നിങ്ങളുടെ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവർക്കും വ്യൂവേഴ്സിനൊക്കെ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരിക്കും എല്ലാവരും. എന്നാൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മഹാവണത്തിന് നിങ്ങളെ കാണാനായിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. Okay, follow them on Instagram. It's Team Triumpaka and follow us on Instagram. This is Talk Series with Levitated Fam. Thank you.